ഇതൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഇതിൻ്റെ മാക്സിമം കവറേജ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. ചില പാർട്ടിക്കാരോട് നമ്മൾ സംസാരിക്കുമ്പം മലയാളിമാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരെ ഭൂമി എടുക്കാൻ പറ്റില്ല. ഇറങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ ഞാൻ ഒറ്റക്കായി. എന്നെ ഒരു ആൾ കല്യാണം കഴിച്ചത്, ആ ആൾ മരിച്ച്. അതിൻ്റെ അമ്മായിയമ്മ എല്ലാ ആൾക്കാരെ കയ്യേറി. എല്ലാ ആൾക്കാരെ കയ്യിൽ സ്ഥലം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാവുള്ളൂ എൻ്റെ വീട്ടിൽ. അമ്മയും അച്ഛനും ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കായിരുന്ന സമയത്ത് അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു പോയ സമയത്ത് അച്ഛനുമില്ല, അമ്മയില്ല. ഓര് മരിച്ചു പോയ സമയത്ത് എൻ്റെ അച്ഛൻ ബാങ്കിൽ പണയം വെച്ചു. അത് വെച്ച കാരണം ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞാൻ 7 വയസ്സായപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്, അമ്മേൻ്റെ അച്ഛൻ. അത് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ബാങ്കിൽ വെച്ച് പൈസ എടുക്കാൻ കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ ഞാൻ ഒറ്റക്കായി. എന്നെ ഒരു ആൾ കല്യാണം കഴിച്ചത്, ആ ആൾ മരിച്ച്. അതിൻ്റെ അമ്മായിയമ്മ മരിച്ചു. പിന്നെ ഞാൻ ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പരാതി കൊടുത്ത പോലെ പറഞ്ഞു കുറെ ആൾക്കാരുടെ കയ്യിൽ രേഖ ഉണ്ട്, കുറെ ആൾക്കാർ രേഖ അല്ലാന്ന് പറഞ്ഞു. 2008 ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീട് കിട്ടി. അതിൽ താമസിച്ചു വരികയാണ്. പണിക്ക് പോലും കഴിയില്ല. ഈ ഭൂമികളെല്ലാം റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കയ്യേറി. ഇവരുമായിട്ട് വിവരാവകാശ പ്രവർത്തകന്മാർ അത് കൊടുക്കാൻ തയ്യാറാണ്. ഇവർ അളക്കുന്നതിലുള്ള ചെലവുകൾ ഞങ്ങൾ വെട്ടിയെടുക്കാൻ തയ്യാറാണ്. ഭൂമി അളന്ന് കിട്ടി പിന്നെ വില്ലേജിൽ നീക്കി അടിച്ചു തരാൻ ആവശ്യമാണ് ഞങ്ങൾക്ക്. 3 രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ പങ്കാളികളാണ്. ഈ മലയാളിമാർക്കും വേണ്ടിയുടെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ ചില പാർട്ടിക്കാരോട് നമ്മൾ സംസാരിക്കുമ്പം മലയാളിമാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരെ ഭൂമി എടുക്കാൻ പറ്റില്ല. അതിലൊരു ആൾ ഒന്ന് പറഞ്ഞു, എനിക്കെൻ്റെ റബ്ബറും മരം മുറിച്ച് തരാം, അനുവാദം തന്നാൽ ഭൂമി ഞാൻ വെട്ടിത്തരാം, എൻ്റെ യാതൊരു വ്യാധി. മറ്റേ 2 റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കള്ളരേഖ അവരെ ഭൂമിയിലേക്ക് ചേർത്തിരിക്കുക. സർക്കാർ 2 ഹെക്ടർ 5 ഏക്കർ വനഭൂമി പതിച്ചു കൊടുത്തിരുന്നു. ആ പതിച്ചു കൊടുത്ത ഭൂമിയുടെ BFL പട്ടയവും നികുതി ഷീറ്റും സ്കെച്ച് പ്ലാനും വെച്ച് മഞ്ചേരി കാർഷിക വികസന ബാങ്കിൽ നിന്ന് 6250 റുപ്യ ലോൺ കശുമാവ് കൃഷി ചെയ്തതിന് ലോൺ എടുക്കുകയും ആ രേഖകൾ ബാങ്കിൽ വെച്ച് കണ്ടാണ് ലോൺ 6250 രൂപ എടുത്തത്. 1980 ഈ ലോൺ എടുക്കുന്നത്. 81 കാലഘട്ടത്തിൽ ഈ മീൻകുത്തി രാമൻ എന്ന് പറഞ്ഞ ഈ പട്ടികവർഗ സ്ത്രീ, എൻ്റെ അടുത്തിരിക്കുന്ന ഈ പട്ടികവർഗ സ്ത്രീയുടെ അമ്മയുടെ അച്ഛനാണ്. 81 മീൻകുത്തി രാമൻ എന്ന ഈ സ്ത്രീയുടെ അമ്മയുടെ അച്ഛൻ മരണപ്പെടുകയും ഈ ലോൺ തിരിച്ചെടുക്കാതെ ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ കിടക്കുകയായിരുന്നു. ഈ KK ചാത്തൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ KK ചാത്തൽ കപ്പക്കല്ല് അരിജൻ കോളനിയുടെ സമീപത്തായിട്ടാണ് ഇവർ അന്ന് താമസിച്ചിരുന്നത്. 1950. ഇവരുടെ വലിയച്ഛൻ്റെ മരണം കാരണം അന്ന് ഇവരുടെ അമ്മക്ക് 30 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇവൾക്ക് ഈ സ്ത്രീക്ക്, എൻ്റെ അടുത്തിരിക്കുന്ന ഈ സ്ത്രീക്ക് 7 വയസ്സ് മാത്രമേ പ്രായം അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കുടുംബനമായ മലവാരത്തിൽ, ചെങ്കുത്താൻ മലവാരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവർ മലയുടെ അടിവാരത്തിൽ ചാത്തല്ലൂർ KK ചാത്തല്ലൂർ 2-ാം വാർഡിലെ ചെളമ്പറ്റ അരിജൻ കോളനിക്ക് സമീപത്ത് 14 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു ഷെഡ് കെട്ടി താമസിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മ കടലിൽ മരണപ്പെട്ടു. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ ഒരു പട്ടികജാതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും 3 വർഷം അവർ ദാമ്പത്തിക ജീവിതം കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താവ് രാജനും മരണപ്പെട്ടു. അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ BFL പട്ടയം ഈ ബാങ്കിൽ വെച്ചത് ഈ സ്ത്രീക്കോ അവരുടെ അമ്മ കടലിക്കോ, മരിക്കുന്നവരെ അമ്മ കടലിക്കോ അറിയില്ല. അങ്ങനെ ബാങ്കിൽ നിന്ന് ചില ആൾക്കാർ ഇവരോട് ഈ സംഭവം പറയുകയും ബാങ്കിൽ വിവരാവകാശ പ്രവർത്തകരായ, സാമൂഹ്യ പ്രവർത്തകരായ ഞങ്ങൾ ഇവരെ കൊണ്ട് സംസാരിച്ചപ്പോൾ 6279 റുപ്യ ലോൺ എടുത്ത് ആ ലോൺ തിരിച്ചടക്കണമെങ്കിൽ 27,000 റുപ്യ വേണം. ആ ലോൺ തിരിച്ചടച്ച്
സർക്കാർ പതിച്ചു കൊടുത്ത VFL പട്ടായും സ്കെച്ച് പ്ലാനും നികുതി 79, 80, 80, 81 4 വർഷത്തെ നികുതി ഷീട്ടും കൊണ്ടുവന്ന് ഈ ഭൂമിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളായ 5ഓളം ആൾക്കാർ ഈ ഭൂമി കയ്യേറിയിട്ടുണ്ട്. 1 സെന്റ് ഭൂമി പോലും ഇല്ല അവിടെ. അതിൻ്റെ പേരിൽ 3 മാസമായി ഈ സ്ത്രീ മുഖ്യമന്ത്രി മുതൽ റവന്യൂ വകുപ്പ് മന്ത്രി മുതൽ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ, ഏറനാട് താലൂക്ക് ഓഫീസർ, എടവണ്ണ വില്ലേജ് വരെ പരാതി കൊടുത്തിട്ടു. 1 മാസത്തിന് മുമ്പ് എടവണ്ണ വില്ലേജിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്ന് സ്ഥലം പരിശോധിക്കുകയും അവർക്ക് 90% ഇത് അനധികൃത കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെട്ടിട്ടു. ഭൂമി കയ്യേറി എത്രയും വേഗം ഉന്നത അധികാരികൾ ഭൂമി ഇവർക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ത്രീയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്കും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്കും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മീഡിയകളോട് പറയാനുള്ളത്, ഇതൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഇതിൻ്റെ മാക്സിമം കവറേജ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. ഇവരെ സഹായിക്കാൻ ആരുമില്ല, ജീവിക്കാൻ മാർഗമില്ല. ഈ മുതലാളിമാർക്ക് വലിയ വലിയ പൈസക്കാരാണ്. ഇവരെ ഭീഷണികളും ഇവർക്കും അവരെ സഹായിക്കുന്നവർക്കും. ഈ കാര്യത്തെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.